ഇന്ന് നമ്മുടെ പ്രപഞ്ചത്തിന്റെ ജീവിതചക്രത്തെക്കുറിച്ച് ഒരു സമഗ്രവും അത്ഭുതകരവുമായ യാത്ര ആരംഭിക്കാൻ പോവുകയാണ്. ബിഗ് ബാങ് എന്ന മഹാവിസ്ഫോടനത്തിൽ നിന്ന് തുടങ്ങി ഭാവിയിൽ തണുത്തുറഞ്ഞ് കൂരിരുൾമുറ്റിയ ശൂന്യതയിൽ അവസാനിക്കുന്ന ഈ അനന്തമായ ചക്രത്തെ ശാസ്ത്രജ്ഞർ 5 യുഗങ്ങളായി വിഭജിച്ചിരിക്കുന്നു. നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത് നക്ഷത്രയുഗം എന്ന രണ്ടാമത്തെ യുഗത്തിലാണ്. ഈ യുഗങ്ങളിലൂടെ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി, എങ്ങനെ വികസിച്ചു, എന്തിന്റെ ദിശയിലാണ് പോകുന്നത് എന്ന് വിശദമായി പരിശോധിക്കാം. ഈ അവിശ്വസനീയമായ കഥയിലേക്ക് ഒന്ന് കടന്നു നോക്കാം. പ്രപഞ്ചത്തിന്റെ ജനനം ആരംഭിക്കുന്നത് ബിഗ് ബാങ് എന്ന മഹാവിസ്ഫോടനത്തോടെയാണ്. ഏകദേശം 14 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഒരു അതിസാന്ദ്രവും അതിചൂടുള്ളതുമായ ബിന്ദുവിൽ നിന്ന് സ്ഥലവും കാലവും ഊർജവും പദാർത്ഥവും ഉൾപ്പെടെ എല്ലാം വികസിച്ചു തുടങ്ങി. ഈ ആദ്യ ഘട്ടത്തെ ശാസ്ത്രജ്ഞർ ആദിമ യുഗം എന്ന് വിളിക്കുന്നു. ബിഗ് ബാങ്ങിന്റെ ആദ്യ നിമിഷത്തിൽ പ്രപഞ്ചത്തിന്റെ താപനില 1 ട്രില്യൺ ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിരുന്നു. ഈ സമയത്ത് ക്വാർക്കുകൾ, ഗ്ലൂവോണുകൾ, ഇലക്ട്രോണുകൾ എന്നിവയുടെ ഒരു പ്ലാസ്മ മാത്രമാണ് ഉണ്ടായിരുന്നത്. ബിഗ് ബാങ്ങിന് ശേഷം ഒരു സെക്കൻഡിന്റെ 1,00,000 സമയത്തിനുള്ളിൽ പ്രപഞ്ചം അതിവേഗം വികസിച്ചു. ഈ പ്രക്രിയയെ ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുന്നു. ഇത് പ്രപഞ്ചത്തിന്റെ വലിപ്പത്തെ ഒരു മണലിന്റെ വലിപ്പത്തിൽ നിന്ന് ഒരു ഫുട്ബോളിന്റെ വലിപ്പത്തിലേക്ക് വർദ്ധിപ്പിച്ചു. ബിഗ് ബാങ്ങിന് ശേഷം ഏകദേശം 3 മിനിറ്റിനുള്ളിൽ താപനില കുറഞ്ഞ് 1 ബില്യൺ ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തി. ഈ ഘട്ടത്തിൽ പ്രോട്ടോണുകളും ന്യൂട്രോണുകളും സംയോജിച്ച് ഹൈഡ്രജന്റെയും ഹീലിയത്തിന്റെയും ആദ്യ ആറ്റങ്ങൾ രൂപപ്പെടുത്തി. ഈ പ്രക്രിയയെ ന്യൂക്ലിയോസിന്തസിസ് എന്ന് വിളിക്കുന്നു. പക്ഷേ പ്രപഞ്ചം ഇപ്പോഴും പ്രകാശം പുറപ്പെടുവിക്കാൻ കഴിയാത്തത്ര സാന്ദ്രമായിരുന്നു. ഏകദേശം 3,80,000 വർഷങ്ങൾക്ക് ശേഷം പ്രപഞ്ചം വികസിച്ച് തണുത്തപ്പോൾ ഇലക്ട്രോണുകൾ പ്രോട്ടോണുകളുമായി ബന്ധിതമായി നിഷ്പക്ഷ ആറ്റങ്ങൾ രൂപപ്പെടുത്തി. ഇതോടെ പ്രകാശം സ്വതന്ത്രമായി സഞ്ചരിക്കാൻ തുടങ്ങി. ഈ പ്രകാശം ഇന്ന് കോസ്മിക് മൈക്രോവേവ് പശ്ചാത്തല വികിരണം എന്ന പേര് നമുക്ക് നിരീക്ഷിക്കാൻ കഴിയുന്നു. 2025 മാർച്ച് വരെ ഈ വികിരണം ശാസ്ത്രജ്ഞർക്ക് പ്രപഞ്ചത്തിന്റെ ആദ്യകാല ചരിത്രത്തെ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ആദിമ യുഗത്തിന് ശേഷം നക്ഷത്രയുഗം എന്ന രണ്ടാമത്തെ യുഗം ആരംഭിച്ചു. ഈ യുഗം ബിഗ് ബാങ്ങിന് ശേഷം ഏകദേശം 100 മില്യൺ വർഷങ്ങൾ മുതൽ 1000 കോടി വർഷങ്ങൾക്ക് ശേഷം വരെ വികസിച്ചു, ഇപ്പോഴും തുടരുകയാണ്. ഈ ഘട്ടത്തിൽ ഗുരുത്വാകർഷണം ഹൈഡ്രജൻ, ഹീലിയം എന്നീ വാതക മേഘങ്ങളെ ഞെരുക്കി ആദ്യ നക്ഷത്രങ്ങൾ രൂപപ്പെടുത്തി. ഈ നക്ഷത്രങ്ങൾ പ്രധാനമായും പോപ്പുലേഷൻ 3 എന്നറിയപ്പെടുന്നവ വലുതും ഹ്രസ്വായുസ്സുള്ളവയുമായിരുന്നു. ഇവ സൂപ്പർനോവ എന്ന മഹാവിസ്ഫോടനങ്ങളിലൂടെ നശിച്ചപ്പോൾ ഓക്സിജൻ, കാർബൺ, ഇരുമ്പ് തുടങ്ങിയ ഭാരമുള്ള മൂലകങ്ങൾ പ്രപഞ്ചത്തിലേക്ക് വിതറി. ഈ മൂലകങ്ങൾ പിന്നീട് പുതിയ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും രൂപപ്പെടുത്തി. നമ്മുടെ സൂര്യൻ ഏകദേശം 4 ബില്യൺ 60 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഈ യുഗത്തിൽ ജനിച്ചു, ഒരു രണ്ടാം തലമുറ നക്ഷത്രമായി. നക്ഷത്രയുഗത്തിൽ താരാപഥങ്ങൾ രൂപപ്പെട്ടു. നമ്മുടെ ആകാശഗംഗ ഏകദേശം 100 ബില്യൺ നക്ഷത്രങ്ങളുമായി ഈ യുഗത്തിന്റെ ഒരു ഉൽപ്പന്നമാണ്. ഈ യുഗത്തിൽ ഗ്രഹവ്യവസ്ഥകൾ ജനിച്ചു, ജീവന്റെ സാധ്യതകൾ ഉടലെടുത്തു. ഭൂമിയിൽ ജീവൻ ഉണ്ടായത് ഏകദേശം 3 ബില്യൺ 80 കോടി വർഷങ്ങൾക്ക് മുമ്പാണ്. എന്നാൽ ഈ യുഗം എന്നേക്കും നിലനിൽക്കില്ല. ശാസ്ത്രജ്ഞർ കണക്കാക്കുന്നത് നക്ഷത്രയുഗം ബിഗ് ബാങ്ങിന് ശേഷം 100 ട്രില്യൺ വർഷങ്ങൾ വരെ നീണ്ടുനിൽക്കും. ഈ കാലയളവിൽ താരാപഥങ്ങൾ പരസ്പരം കൂട്ടിയിടിക്കും. ഉദാഹരണത്തിന് നമ്മുടെ ആകാശഗംഗയും ആൻഡ്രോമിഡ താരാപഥവും ഏകദേശം 4 ബില്യൺ വർഷങ്ങൾക്ക് ശേഷം ഒന്നാകും, ഒരു പുതിയ ഭീമൻ താരാപഥം രൂപപ്പെടുത്തും. പക്ഷേ ഈ യുഗത്തിന്റെ അവസാനത്തോടെ ഹൈഡ്രജൻ ഇന്ധനം തീർന്നു പുതിയ നക്ഷത്രങ്ങൾ രൂപപ്പെടുന്നത് നിന്നുപോകും. പ്രപഞ്ചത്തിന്റെ തിളക്കം മങ്ങിത്തുടങ്ങും. നക്ഷത്രയുഗത്തിന് ശേഷം അവസാനിക്കുന്ന നക്ഷത്രങ്ങളുടെ യുഗം ആരംഭിക്കും. ഈ ഘട്ടം ബിഗ് ബാങ്ങിന് ശേഷം 100 ട്രില്യൺ വർഷങ്ങൾ മുതൽ ഏകദേശം 10 ലക്ഷം ട്രില്യൺ വർഷങ്ങൾ വരെ നീണ്ടുനിൽക്കും. ഈ യുഗത്തിൽ നക്ഷത്രങ്ങളുടെ ജ്വാലകൾ ക്രമേണ കെട്ടുപോകും. സൂര്യനെപ്പോലുള്ള ചെറിയ നക്ഷത്രങ്ങൾ തങ്ങളുടെ ഹൈഡ്രജൻ ഇന്ധനം തീർത്ത് റെഡ് ജയന്റ് ഘട്ടത്തിലൂടെ കടന്ന് വെള്ളക്കുള്ളൻ നക്ഷത്രങ്ങളായി മാറും. സൂര്യന്റെ ഭാവി ഈ വിധമാണ്. ഏകദേശം 5 ബില്യൺ വർഷങ്ങൾക്ക് ശേഷം അത് ഒരു വെള്ളക്കുള്ളനായി തണുത്തു മങ്ങും. കൂടുതൽ ഭാരമുള്ള നക്ഷത്രങ്ങൾ സൂപ്പർനോവ വിസ്ഫോടനങ്ങളിലൂടെ നശിച്ച് ന്യൂട്രോൺ നക്ഷത്രങ്ങളോ തമോദ്വാരങ്ങളോ ആയി മാറും. വെള്ളക്കുള്ളൻ നക്ഷത്രങ്ങൾ ചെറുതും അതിസാന്ദ്രവുമാണ്. ഒരു സൂര്യന്റെ പിണ്ഡം ഒരു ഭൂമിയുടെ വലിപ്പത്തിൽ ഞെരുക്കപ്പെട്ടവയാണ് ഇവ. ഇവയുടെ തിളക്കം കുറവാണെങ്കിലും തണുത്ത് കറുത്ത കുള്ളന്മാരായി മാറാൻ ട്രില്യൺ വർഷങ്ങൾ എടുക്കും. ന്യൂട്രോൺ നക്ഷത്രങ്ങൾ അതിനേക്കാൾ സാന്ദ്രമാണ്. ഒരു സൂര്യന്റെ പിണ്ഡം 15 കിലോമീറ്റർ വ്യാസമുള്ള ഒരു ഗോളത്തിൽ അടങ്ങിയിരിക്കുന്നു. ഇവ അതിവേഗം കറങ്ങുന്ന പൾസാറുകളായോ മാഗ്നറ്റാരുകളായോ നിലനിൽക്കും. ശക്തമായ കാന്തികക്ഷേത്രങ്ങളും വികിരണങ്ങളും പുറപ്പെടുവിക്കും. തമോദ്വാരങ്ങൾ ഗുരുത്വാകർഷണം അതിന്റെ പരമാവധി രൂപത്തിൽ എത്തുന്നവയാണ്. ഒരു തമോദ്വാരത്തിന്റെ ഇവന്റ് ഹോറിസോൺ കടന്നാൽ പ്രകാശം പോലും രക്ഷപ്പെടില്ല. ഈ യുഗത്തിൽ പ്രപഞ്ചം ഇപ്പോഴത്തെ തിളക്കമുള്ള അവസ്ഥയിൽ നിന്ന് മങ്ങിയ ഒരു ലോകമായി മാറും. പുതിയ നക്ഷത്രങ്ങൾ ജനിക്കാത്തതിനാൽ ദൃശ്യപ്രകാശം ഏതാണ്ട് പൂർണ്ണമായി ഇല്ലാതാകും. വെള്ളക്കുള്ളന്മാർ തണുത്ത് കറുത്ത കുള്ളന്മാരായി മാറും. ന്യൂട്രോൺ നക്ഷത്രങ്ങൾ ഊർജ്ജം നഷ്ടപ്പെടും.
ഗുരുത്വതരംഗങ്ങൾ വഴി ഈ അവശിഷ്ടങ്ങൾ പരസ്പരം കൂട്ടിയിടിച്ച് തമോദ്വാരങ്ങളായി മാറിയേക്കാം. ശാസ്ത്രജ്ഞർ കണക്കാക്കുന്നത് ഈ യുഗത്തിന്റെ അവസാനത്തോടെ പ്രപഞ്ചത്തിന്റെ ഊർജ്ജ സാന്ദ്രത അത്യന്തം കുറയും എന്നാണ്. 2025 മാർച്ച് വരെയുള്ള നിരീക്ഷണങ്ങൾ പ്രകാരം പ്രപഞ്ചത്തിന്റെ ത്വരിത വികാസം അഥവാ ഡാർക്ക് എനർജി ഈ ഇരുട്ടിനെ ത്വരിതപ്പെടുത്തും. ഈ യുഗം പ്രപഞ്ചത്തിന്റെ ജീവന്റെ അവസാന ശ്വാസമായി കണക്കാക്കപ്പെടുന്നു. അവസാനിക്കുന്ന നക്ഷത്രങ്ങളുടെ യുഗത്തിന് ശേഷം തമോദ്വാര യുഗം ആരംഭിക്കും. ഈ ഘട്ടം ബിഗ് ബാങ്കിന് ശേഷം 10 ലക്ഷം ട്രില്യൺ വർഷങ്ങൾ മുതൽ ഒരു ഭൂഗോൾ വർഷങ്ങൾ വരെ നീണ്ടുനിൽക്കും. ഈ യുഗത്തിൽ തമോദ്വാരങ്ങൾ പ്രപഞ്ചത്തിന്റെ പ്രധാന ഘടകങ്ങളാകും. ഭീമൻ തമോദ്വാരങ്ങൾ താരാപഥങ്ങളുടെ കേന്ദ്രത്തിൽ രൂപപ്പെട്ടവ ശേഷിച്ച മാറ്ററിനെ ഊർജവും പദാർത്ഥവും വിഴുങ്ങും. ഉദാഹരണത്തിന് നമ്മുടെ ആകാശഗംഗയുടെ കേന്ദ്രത്തിലുള്ള സാജിറ്റേറിയസ് എ സ്റ്റാർ എന്ന തമോദ്വാരം 4 മില്യൺ സൂര്യന്മാരുടെ പിണ്ഡമുള്ളതാണ്. ഈ യുഗത്തിൽ ഇത്തരം തമോദ്വാരങ്ങൾ ശേഷിച്ച വെള്ളക്കുള്ളന്മാരെയും ന്യൂട്രോൺ നക്ഷത്രങ്ങളെയും ആഗിരണം ചെയ്യും. തമോദ്വാരങ്ങൾ എന്നേക്കും നിലനിൽക്കില്ല. സ്റ്റീഫൻ ഹോക്കിംഗ് 1974 കണ്ടെത്തിയ ഹോക്കിംഗ് വികിരണം എന്ന പ്രതിഭാസം ഇവയെ ബാഷ്പീകരിക്കും. ഈ വികിരണം ക്വാണ്ടം പ്രഭാവങ്ങളാൽ തമോദ്വാരത്തിന്റെ സംഭവചക്രത്തിന് സമീപം കണ പ്രതികണ ജോഡികൾ രൂപപ്പെടുന്നതിനാൽ ഉണ്ടാകുന്നു. ഒരു കണം തമോദ്വാരത്തിന് പുറത്തേക്ക് രക്ഷപ്പെടുമ്പോൾ മറ്റേത് അകത്തേക്ക് വീഴുന്നു. ഇത് തമോദ്വാരത്തിന്റെ പിണ്ഡം കുറക്കുന്നു. ഒരു സൂര്യന്റെ പിണ്ഡമുള്ള തമോദ്വാരം ബാഷ്പീകരിക്കാൻ 10⁻⁶ വർഷങ്ങൾ എടുക്കും. എന്നാൽ ഭീമൻ തമോദ്വാരങ്ങൾക്ക് 10⁻²00 വർഷങ്ങൾ വരെ വേണ്ടിവരും. ഈ ബാഷ്പീകരണം അവസാനിക്കുമ്പോൾ തമോദ്വാരങ്ങൾ ഒരു ചെറിയ വിസ്ഫോടനത്തോടെ അപ്രത്യക്ഷമാകും. ചുറ്റുമുള്ള സ്ഥലത്തേക്ക് ഗാമാ രശ്മികൾ പുറപ്പെടുവിക്കും. തമോദ്വാര യുഗത്തിന് ശേഷം അന്ധകാര യുഗം ആരംഭിക്കും. ഈ ഘട്ടം ഒരു ഭൂഗോൾ വർഷങ്ങൾക്ക് ശേഷം തുടങ്ങി അനന്തമായി നീണ്ടുനിൽക്കും. തമോദ്വാരങ്ങൾ പൂർണ്ണമായി ബാഷ്പീകരിക്കപ്പെട്ട് അപ്രത്യക്ഷമാകും. പ്രപഞ്ചം തണുത്തുറഞ്ഞ് കൂരിരുൾമുറ്റിയ ശൂന്യയായി മാറും. ഈ യുഗത്തിൽ ഫോട്ടോണുകൾ, ന്യൂട്രിനോകൾ, ഇലക്ട്രോണുകൾ, പോസിട്രോണുകൾ എന്നിവയുടെ ദുർബലമായ ചലനങ്ങൾ മാത്രം ശേഷിക്കും. പ്രപഞ്ചത്തിന്റെ താപനില സമ്പൂർണ്ണ ശൂന്യത്തിന് അഥവാ -273.15 ഡിഗ്രി സെൽഷ്യസ് വളരെ അടുത്തെത്തും. പ്രോട്ടോണുകൾ പോലും ക്വാണ്ടം പ്രഭാവങ്ങളാൽ ക്ഷയിച്ചേക്കാം. ഇത് 10⁻34 വർഷങ്ങൾ എടുക്കും. ഈ അനന്തമായ ഇരുട്ടിൽ ജീവനോ പ്രവർത്തനമോ ഉണ്ടാകില്ല. ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നത് ഈ യുഗം പ്രപഞ്ചത്തിന്റെ അന്തിമവും നിശ്ചലവുമായ അവസ്ഥയായിരിക്കും എന്നാണ്. നമ്മുടെ പ്രപഞ്ചത്തിന്റെ ഈ 5 യുഗങ്ങൾ ആദിമയുഗം, നക്ഷത്രയുഗം, അവസാനിക്കുന്ന നക്ഷത്രങ്ങളുടെ യുഗം, തമോദ്വാര യുഗം, അന്ധകാര യുഗം, 1 ബില്യൺ ട്രില്യൺ വർഷങ്ങളിലൂടെ നീണ്ടുനിൽക്കുന്ന മഹാചക്രത്തെ വെളിപ്പെടുത്തുന്നു. ഇപ്പോൾ നക്ഷത്രങ്ങൾ പ്രകാശിക്കുന്നു, താരാപഥങ്ങൾ തിളങ്ങുന്നു, ജീവൻ നിലനിൽക്കുന്നു. എന്നാൽ ഈ തിളക്കം ക്ഷണികമാണ്. ഈ ഭീമമായ സമയചക്രം മനുഷ്യ മനസ്സിനെ അന്താളിപ്പിക്കുന്നു. ബിഗ് ബാങ്കിന് ശേഷം 14 ബില്യൺ വർഷങ്ങൾ എന്നത് ഈ അനന്തമായ സമയത്തിന്റെ ഒരു നിമിഷം മാത്രമാണ്. ഈ ചിന്ത നമ്മുടെ നിലനിൽപ്പിന്റെ വിലപ്പെട്ടതും ദുർലഭവുമായ സ്വഭാവത്തെ ഓർമ്മപ്പെടുത്തുന്നു. ഈ യുഗങ്ങളെക്കുറിച്ചുള്ള പഠനം ജെയിംസ് വെബ് ടെലിസ്കോപ്പ് പോലുള്ള സാങ്കേതികവിദ്യകൾ വഴി പ്രപഞ്ചത്തിന്റെ വിസ്മയങ്ങളെ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഈ കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.